രമേശ് ചെന്നിത്തല ടെലിഫോണിൽ ചേരുന്നു. ശ്രീ ചെന്നിത്തല, ഇവിടെ വലിയ ആശ്വാസ വാർത്തയാണ് കുടുംബത്തെ സംബന്ധിച്ച്. ഈ വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നു എന്നാണ് ഔദ്യോഗികമായിട്ട് കേന്ദ്ര സർക്കാരും ആ വിവരങ്ങളാണ്. പക്ഷേ അത് എങ്ങനെ കുടുംബം ഇതിൽ സമ്മതിച്ചോ എന്നൊക്കെയുള്ള വിവരങ്ങൾ നമുക്കിനി ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തയിൽ താങ്കളുടെ പ്രതികരണം എന്താണ്? വിശദാംശങ്ങൾ അറിവായിട്ടില്ല. ഏതായാലും വധശിക്ഷ നീട്ടിവെക്കാനുള്ള തീരുമാനം സ്വാഗതാർഹമാണ്. നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങളും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതാണ് ഇതിൽ ഇടപെടണം എന്നുള്ളത്. പിന്നെ ഓരോ രാജ്യത്തിനും ഓരോ നിയമമാണല്ലോ നമ്മുടെ ലോകത്തുള്ളത്. പിന്നെ കാന്തപുരം ശ്രീ അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടത് നല്ല കാര്യമാണ്. അങ്ങനെ കേരളമെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തുന്ന ഈ പരിശ്രമങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. കേന്ദ്രം കഴിഞ്ഞ ദിവസം കോടതിയിൽ അറിയിച്ചതും നിസ്സഹായതയായിരുന്നു, കൂടുതലൊന്നും ചെയ്യാനില്ലെന്നായിരുന്നു. പക്ഷേ കാന്തപുരത്തിന്റേതുപോലെയുള്ള സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ ഇതിൽ എത്രത്തോളം സഹായകരമായിട്ടുണ്ടെന്നാണ് താങ്കളുടെ വിലയിരുത്തൽ? തീർച്ചയായും നമുക്ക് വിവരങ്ങളെല്ലാം നമുക്കറിയില്ല. പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ ഇടപെടൽ അതിൽ സഹായകമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഒരു വിലയിരുത്തൽ. അത് അദ്ദേഹത്തെ പോലൊരു മതപണ്ഡിതൻ മതശ്രേഷ്ഠൻ ഒരു കാര്യത്തിൽ ഇടപെട്ടത് നന്നായ കാര്യമാണ്, നല്ല കാര്യമാണ്. നമുക്കങ്ങനെ വിനിയോഗിക്കാൻ കഴിയുന്ന എല്ലാ കഴിവുകളും വിനിയോഗിച്ചുകൊണ്ട് ഈ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ തന്നെ കേന്ദ്രമന്ത്രിക്ക് കത്തയച്ചിരുന്നു. പക്ഷേ ഒരു രാജ്യത്തിന് അതിന്റെ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ ഇടപെടാൻ കഴിയുന്ന രീതിയിൽ ഇടപെടുമെന്നുള്ള വിശ്വാസമാണ് നമുക്കന്ന് മുതൽ ഉണ്ടായിരുന്നത്. ഏതായാലും വധശിക്ഷ നീട്ടിവെച്ചത് നല്ലൊരു കാര്യമാണ്. അത് നമുക്ക് ആശ്വാസം പകരുന്ന കാര്യം തന്നെയാണ്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വിശദാംശങ്ങൾ അറിഞ്ഞ ശേഷം പ്രതികരിക്കും. ഓക്കെ, താങ്ക് യു.